ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ അമ്മ വീട് പുതുക്കിപ്പണിതാണ് കാണിക്കുന്നത്. തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചതാണ്. കറുകയിൽ എന്നാണ് വീട്ടുപേര്. ഉല്ലലയാണ് സ്ഥലം. അമ്മച്ചിയുടെ അനിയത്തിയുടെ മകൻ പണിത വീടാണ്. അവർ കാനഡയിലാണ്. വർഷങ്ങളായിട്ട് അവർ കാനഡയിലാണ്. ഇപ്പം കുടുംബ വീട് പൊളിച്ച് പുതിയ ഒരു വീട് പണിതിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ള ഒരു വീടാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തു. ഞങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഓടിക്കളിച്ച് നടന്ന വീടാണ്. അച്ഛൻ വന്ന് വെഞ്ചരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. പണിയൊക്കെ തലേ ദിവസം വെഞ്ചരിച്ചു. പിറ്റേ ദിവസമായിരുന്നു ഫങ്ഷൻ. പണിയൊക്കെ തീർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് പിറ്റേ ദിവസം ഫങ്ഷൻ്റെ ദിവസം എല്ലാ പണികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. പാല് കാച്ചാനുള്ള സമയമാണല്ലോ ഇത്. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പാല് കാച്ചുകയാണ്. അങ്ങനെ തിളച്ച് ചാടി, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് പാല് തിളച്ച് ചാടി. രണ്ടാമതൊന്നും കൂടി കാണിക്കുന്നതാണ്. പിറ്റേ ദിവസം ചെറിയൊരു പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് സാബുവും കുടുംബവും. അമ്മച്ചിയുടെ അനിയത്തിയുടെ കാനഡയിലുള്ള സാബുവും കുടുംബവുമാണ്.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഒന്ന് ഒത്തുകൂടി വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അനിയത്തിമാരും ചേട്ടത്തി അനിയത്തി മക്കളും എല്ലാവരും കൂടി അമ്മച്ചിയുടെ ആങ്ങളമാരുടെ മക്കളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയ ദിവസമാണ്. വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. വൈകുന്നേരമായിരുന്നു ഫങ്ഷൻ. ഇതുപോലെ വെഞ്ചരിപ്പം വൈകുന്നേരമായിരുന്നു, വൈകുന്നേര സമയങ്ങളിലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതുപോലെയുള്ള ഫങ്ഷനൊക്കെ ആണല്ലോ നമ്മൾ ഒന്നിച്ചു കൂടുന്നതും കാണുന്നതും നമ്മളുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒക്കെ ഉള്ള സന്ദർഭങ്ങളാണല്ലോ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ. അങ്ങനെ തറവാട് പൊളിച്ചവൻ വീട് വെച്ചതാണ്. തറവാട് ഒത്തിരി വർഷങ്ങളായി പഴകിയതായിരുന്നു. അത് അവൻ പൊളിച്ചു നല്ല ഒരു വീട് വെച്ചു. ഇവരാണ് കാനഡയിലുള്ള കുടുംബം. എല്ലാം ഇത് എല്ലാം മോഡേൺ ആണ്. കണ്ടോ, വെള്ളം ടാപ്പ് തുറക്കുന്നത് ഇങ്ങനെയാണ്, ടാപ്പ് അടയ്ക്കുന്നത് ഇതുപോലെ. ഫിറ്റിങ്സൊക്കെ വളരെ മോഡേൺ ആണ്. ഞങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് കാണാതിരുന്നവരും വല്ലപ്പോഴൊക്കെ കാണുന്നവരും ഒക്കെ ഒന്ന് ഒന്നിച്ചുകൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അവനുണ്ടാക്കിയിരിക്കുന്നത്. അതിലെ മുറ്റവും ഗാർഡനും എല്ലാം തന്നെ വളരെ ആഡംബരം ആണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയുമാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് മുകളിലും താഴെയൊക്കെ ഊഞ്ഞാല് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം. ഇതാണ് കിച്ചൺ. വളരെ മനോഹരമായിട്ടുള്ള കിച്ചണാണ്. കാനഡ മോഡലിലൊക്കെയാണ് കുറച്ചൊക്കെ. പുറത്തു പോയവരൊക്കെ അങ്ങനെയാണല്ലോ, അവിടുത്തെ മോഡലിലാണല്ലോ ഇവിടെ ആണെങ്കിലും വീടൊക്കെ ഒരുക്കുന്നത്. ഗ്ലാമറോട് തപ്പി നടക്കുമായിരുന്നു.
വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഒന്നും കൂടി ഭംഗിയായിരിക്കും. മഴയില്ലാത്തത് കാരണം വളരെ എൻജോയ് ചെയ്തു. മഴക്കാലമാണല്ലോ ഇപ്പം. എന്നാലും മഴ മാറി നിൽക്കുന്ന സമയമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അമ്മ വീട് പുതുക്കി പണിതപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാണ്. ഞങ്ങളുടെ ആ ചെറിയൊരു ഫങ്ഷനിൽ നിങ്ങളെ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും പാട്ടുപാടി. ഇതാണ് അമ്മച്ചിയുടെ ആങ്ങളയും അനിയത്തിമാരും. രണ്ടുപേരും മരിച്ചുപോയി. ആങ്ങളമാർ 3 ആങ്ങളമാരായിരുന്നുള്ളത്. ഞാനും അനിയത്തിമാരും അനിയത്തിയും അവരുടെ ഹസ്ബൻഡുമാരും അനിയത്തിമാരും ഒക്കെ കൂടി ഞങ്ങളൊരു കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. നമുക്കിതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാമല്ലോ. അമ്മച്ചിയുടെ ആങ്ങളുടെ മക്കളും ഞങ്ങളും എല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അങ്ങനെ വീട് വെഞ്ചരിപ്പ് വിശേഷങ്ങളൊക്കെ തീർന്നു. നിങ്ങൾക്ക് ബോറടിച്ചില്ലല്ലോ? ആസ്വദിച്ചില്ലേ? ഓക്കെ, ബൈ ബൈ.